കുത്തിത്തിരിപ്പിൻ്റെ ആശാനും നാരദരും കൂടാണ് രാത്രിയിലത്തെ ചർച്ച. വിഷയം അനുമോള് തന്നെയാണ്. അനീഷേട്ടനും അനുമോളും ഒരു ട്രാക്കാണത്. അതൊരു ട്രാക്ക് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സാബുമോൻ. അപ്പം അക്ബർ പറയുന്നു, അത് ട്രാക്ക് തന്നെയാണ്, അത് ഞങ്ങൾക്കൊക്കെ എന്നേ തോന്നിയതാണ്. പുള്ളി അതുകൊണ്ടാണ് അനുമോൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത്. ഇന്ന് അനുമോളുടെ ഭാഗത്താണോ തെറ്റെന്ന് ചോദിച്ചപ്പോൾ പുള്ളി മിണ്ടുന്നില്ലല്ലോ. അനുമോളുടെ സ്ഥാനത്ത് നമ്മൾ വല്ലതും ആയിരിക്കണം, എന്തെല്ലാം പറഞ്ഞേനെ പുള്ളി എന്ന് സാബുമോൻ. ഞാനോ ആര്യനോ നീയോ കാണാൻ ആയിരുന്നെങ്കിൽ അനീഷേട്ടൻ എന്തെല്ലാം പറഞ്ഞേനെന്ന് അക്ബർ. എനിക്കറിയാം, ആൾ ഭയങ്കര സെലക്റ്റീവാണ്. ജനങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ? അനുമോൾക്കും അനീഷേട്ടനൊക്കെ ഇവിടെ നിൽക്കാൻ അറിയാം. അവരുടെ ആ രീതി കണ്ടില്ല, അവർ ആ അനുമോളുടെ രീതി കണ്ട, അനുമോൾ ഒറ്റപ്പെട സ്ട്രാറ്റജിയിലോട്ട് പോകാനാണെന്ന് തോന്നുന്നു. ഇന്നലത്തെ ഔട്ട് അതുപോലെ പോയാലുണ്ടല്ലോ അനുമോൾ കുടുങ്ങി. എന്നുവെച്ചാൽ അതുപോലായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ടാണ് സംസാരിച്ചതെന്ന് സാബുമോൻ. എല്ലാ രീതിയിലും കറക്റ്റായിട്ടാണ് പോയേക്കുന്നതെന്ന് സാബുമോൻ പറയാം. സാബുമോൻ വെള്ളം ബോട്ടിലുമായിട്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് എന്നിട്ട് പറയുന്നത്, ലോക ഫ്രോഡാണ് അനുമോൾ, ലോക ഫ്രോഡ്. അപ്പം ഇതെനിക്ക് തോന്നിയതാണ്. അപ്പം അക്ബർ പറയാം, ഇതിന് ഞാൻ പറഞ്ഞെന്ന് നീ പറയല്ലേ. അയ്യോ, ഇതെനിക്ക് തോന്നിയതാണ്, എനിക്ക് വന്നപ്പം മുതൽ തോന്നുകയല്ലേ ലോക ഫ്രോഡാ. അല്ല, നീ നാളെ ഇനി ഞാൻ കുത്തിത്തിരിപ്പായിട്ട് ആണെന്നും പറഞ്ഞ് വരല്ലോ, ഞാനങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് എന്ന് അക്ബർ പറയാം. അക്ബറിൻ്റെ ഒരു പേടിയുണ്ട്, ഇത്രയും നാളും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പേടിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാനതൊന്നും പറയത്തില്ല. ഞാനൊരു കാര്യം പറയാം, ബാക്കിയുള്ളവരെല്ലാം ഭേദമാണ്, ഇവിടെ ഏറ്റവും സീനാണ് അനുമോൾ, സാബുമോൻ്റെ വക. പിന്നെ അനീഷേട്ടൻ അനുമോൾക്ക് സൈഡ് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇനി അക്ബറെ ആകെപ്പാടെ 15 ദിവസമേ ഉള്ളൂ കഴിഞ്ഞ്. അതും പറഞ്ഞ് സാബുമോൻ കിച്ചണിലോട്ട് അങ്ങ് പോവുകയാണ്. അക്ബർ അവിടെ വീണ്ടും ഒറ്റയ്ക്കായി. അക്ബർ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ് ഇങ്ങനെ, അയ്യോ എന്താണ് ഇനി അടുത്ത പ്ലാൻ, ആരും ഇല്ലാതായി പോയല്ലോ. ഒരു കൂട്ടം ജനങ്ങളുടെ നടുവിലിരുന്ന ആൾക്കിപ്പോൾ എല്ലാവരോടും ആരും ഇല്ലതാനും ഉള്ളവരോട് സംസാരിക്കാൻ പേടിയാണ്.